സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിനിസ്ട്രി പോയിക്കൊണ്ടിരുന്ന നാവലിലെ സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ബെൽത്തങ്ങാടി രൂപതയിൽപ്പെട്ട ബംഗാടി ചർച്ചിലും ശുശ്രൂഷ ചെയ്തതിനെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അന്ന് അവിടെ വെച്ച് കണ്ടുകിട്ടിയ ഒരു ക്രിസ്റ്റി എന്ന കൂട്ടുകാരനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ ഒത്തിരിയേറെ ആളുകൾ എന്നെ വിളിച്ചു. അവർ ക്രിസ്റ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ആ അനുഭവങ്ങളെല്ലാം ഞാൻ വിളിച്ച് എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർക്കും അത് ഭയങ്കര സന്തോഷം. അതല്ല, എൻ്റെ ആ വീഡിയോ വന്നപ്പോൾ എൻ്റെ ആ കൂട്ടുകാരൻ ആദ്യം ചെയ്തത് അത് തൻ്റെ വൈഫിന് അയച്ചു കൊടുക്കുകയാണ്. അത് വൈഫ് കണ്ടപ്പോഴുള്ള ആ ഒരു പ്രതികരണവും എന്നെ വിളിച്ചറിയിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അവർ പോലും അറിഞ്ഞിരുന്നാത്ത ഒരു സ്റ്റോറിയാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. പ്രിയമുള്ളവർ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവിടെ വെച്ച് കണ്ടുപിട്ടിയ ഒരു വൈദികനെ കുറിച്ചാണ്. മാത്യു വെട്ടാന്തടത്തിൽ എന്നാണ് അച്ഛൻ്റെ ഒഫീഷ്യൽ നെയിം. പക്ഷേ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഷാജി അച്ച എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബെൽത്തങ്ങാടി രൂപതയിൽപ്പെട്ട ബംഗാടി ചർച്ചിൽ പോകുമ്പോൾ അവിടെ പള്ളിപണി നടക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ പള്ളി എന്ന് പറയുന്നത് തീരെ ചെറിയൊരു പള്ളിയാണ്. 10-80 കുടുംബമേ ഉള്ളൂ. പക്ഷേ അവർ പണിയുന്ന ആ ഒരു പള്ളി നല്ല വലുപ്പമുള്ള നല്ല മനോഹരമായ ഒരു പള്ളിയാണ്. അപ്പോൾ അത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇതിൻ്റെയൊക്കെ കാശും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അച്ഛൻ പറഞ്ഞു, ഇവിടെയുള്ളവരിൽ നിന്ന് പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു പൈസയെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് മറ്റുള്ളവരോടൊക്കെ സഹായം ചോദിക്കാറുണ്ട്, മറ്റിടവകളിൽ പോയി അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് അതിന് വേണ്ടിയുള്ള പൈസ കണ്ടെത്തിയത്. അതിനേക്കാൾ ഉപരിയായി അച്ഛൻ ഈ ഒരു പള്ളിപണിക്ക് വേണ്ടി ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇടവകയിലെ ആളുകളോട് തന്നെ അവർക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ടോ, എത്ര പണി ഇതിനു വേണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും, ഓരോ ദിവസവും തച്ച് പറയില്ലേ നമ്മൾ, അതുപോലെ എത്ര തച്ച് പണി നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചില കുടുംബങ്ങൾ മുന്നോട്ട് വന്ന് പറഞ്ഞ് ഞങ്ങൾ 40 പണി ഞങ്ങളുടെ കുടുംബത്തിന് തരാം, കാരണം കാശായിട്ട് ഞങ്ങൾക്ക് തരാനില്ല, അതുകൊണ്ട് ഞങ്ങൾ പണിയായിട്ട്. അപ്പോൾ അവർ പെയിൻറ്റ് പണിക്കാരുണ്ട്, തേപ്പുകാരുണ്ട്, അതുപോലെ തന്നെ മേസന്മാരുണ്ട്. അങ്ങനെ എല്ലാ തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ ആ ഇടവകയിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അച്ഛൻ ഇതുപോലെ അവരോട് പറഞ്ഞു. കാരണം ഒരാൾക്ക് ഒരു ബേർഡനാവാത്ത രീതിയിൽ. അല്ല, ചില അവസരങ്ങളിൽ നമുക്ക് തന്നെ അച്ഛന്മാരെ പഴിക്കാറുണ്ട്, ഒത്തിരിയേറെ ചീത്ത പറയാറുണ്ട്. എന്തിനു ഒരു സാഹചര്യം മനസ്സിലാക്കാതെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആളുകളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കാറുണ്ട്. ഞാനൊരു വൈദികനാണ് എങ്കിൽ പോലും ഞാനിത് പറയുന്നത് പലരും എന്നോട് പങ്കുവെച്ച അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. കാരണം ഒരു മനസ്സാക്ഷി ഇല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഒരു പാവപ്പെട്ട വഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവനോട് പള്ളിപണിക്ക് വേണ്ടി ഇത്ര തുക നിർബന്ധമായിട്ട് തരണമെന്ന് പറയുമ്പോൾ ആ കുടുംബം കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. ആ ഒരു വൈദ്യൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്ന ഒരു പക്ഷേ ആ പള്ളിപണി എങ്ങനെയും പൂർത്തിയാക്കണം, അതിനുവേണ്ടി എങ്ങനെയെല്ലാം പൈസ സ്വരൂപിക്കുക, അത് മാത്രമായിരിക്കും ലക്ഷ്യം. അതേസമയം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായിട്ട് മാറുവാനും വേണ്ടിയാണ്. അല്ലെ, മർക്കോസ് 10:45 വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യം പലപ്പോഴും വൈദികരായ ഞങ്ങൾ പോലും മറന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒത്തിരിയേറെ അടിച്ചേൽപ്പിക്കാറുണ്ട് ചില കാര്യം. പക്ഷേ അവിടെ ആ അച്ഛനെടുത്ത നിലപാട് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടം തോന്നി. കാരണം നിങ്ങൾക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടാണോ, നിങ്ങൾ ഒരു ദിവസത്തെ പണി ഈ പള്ളിക്ക് വേണ്ടി ചെയ്യുക. അത് വളരെ സന്തോഷവും ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ചെല്ലുന്ന അവസരങ്ങളിലെല്ലാം യൂത്ത് അവിടെ പണിയുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും വന്ന് അവിടെ പണിയുന്നുണ്ട്. കട്ട ചുമന്നുകൊണ്ട് ഇട്ട് കൊടുക്കാനും, മെറ്റലെടുത്തുകൊണ്ട് കൊടുക്കാനും, മണലെടുത്ത് കൊടുക്കാനും, അതുപോലെ പെയിൻറ് ചെയ്യാനും, അങ്ങനെയെല്ലാം അവിടെ ഇടവക്കാർ തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായി എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം, ഈ പണിക്കെല്ലാം മുമ്പിൽ നിന്ന് പണിതുകൊണ്ടിരുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു കപ്പലിലെ കപ്പിത്താൻ എന്ന പോലെ ആ പണികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി, അത് വികാരി അച്ഛനാണ്. അച്ഛൻ തന്നെ അവിടെ ഇറങ്ങി കട്ടയെടുത്ത് ചുമന്നുകൊണ്ട് വേർത്ത് കുളിച്ച് നിൽക്കുന്ന ആ ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എറണാകുളം രൂപതപ്പെട്ട മറ്റൊരു വൈദികനെയും ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. കാരണം ആ ഒരു വൈദികൻ, അച്ഛൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം, ഞാൻ അന്ന് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് ഞങ്ങൾ ഇടവപ്പള്ളിയിൽ എല്ലാ കുട്ടികളും കൂടി പോകും, അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കൊന്ത ചൊല്ലും. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി പുഴയിൽ കുളിക്കാൻ പോകും, തിരിച്ചു വരും. പിറ്റേ ദിവസം അവിടെ പാരിഷ് ഹോളുമായിട്ട് ബന്ധപ്പെട്ട പണിയിൽ അച്ഛനും നിന്ന് പണിയാറുണ്ട്. ഇടവക്കാരെല്ലാം മാറി നിൽക്കുമ്പോൾ അച്ഛൻ അവിടെ എല്ലും മുറുക്കി പണിയുന്ന ഒരവസ്ഥ. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 സിസ്റ്റേഴ്സ് വികാരിയച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ മുമ്പിലേക്ക് അവർ കടന്നു വന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഞങ്ങൾക്ക് വികാരിയച്ഛനെ കാണണം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, ഞങ്ങൾ അകലേന്ന് വരുന്നതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ പറയണ്ടേ, അത് എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. അന്നേരം വളരെ പുച്ഛത്തോടെ ആ സിസ്റ്റേഴ്സ് അച്ഛനോട് പറഞ്ഞ്, തന്നോടല്ല പറയേണ്ടത്, ഞങ്ങൾക്ക് വികാരിയച്ഛനോടാണ് പറയേണ്ടത്. വികാരിയച്ഛനെ കാണാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം ഞങ്ങൾ വന്നത്. കാരണം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ വേർത്ത് കുളിച്ച് ശരീരമെല്ലാം ചെളിയായിട്ട്, കാരണം ഈ കെട്ടിടത്തിൻ്റെ പണിക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ചത് കൊണ്ട് തന്നെ
ശരീരം മുഴുവൻ ചെളി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അച്ഛൻ ആ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, സിസ്റ്റേഴ്സ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഞാൻ വികാരി അച്ഛനോട് പറയാം എന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ പോയി കുളിച്ച് റെഡിയായി ലോഹയൊക്കെ ഇട്ട് അവരുടെ മുമ്പിലേക്ക് വന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നോട് പറയാം എന്ന് പറഞ്ഞ ആ ഒരു രംഗം ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ്. ആ അച്ഛൻ അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അച്ഛൻ്റെ ഒരു അധ്വാനം കണ്ടപ്പോൾ ഈ ഷാജി അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് ആ കല്ലുകളൊക്കെ വെട്ടുകല്ലൊക്കെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ആ കാഴ്ച ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. മാത്രമല്ല എല്ലാ യൂത്തിനെയും കൂട്ടി എല്ലാ വർക്കും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി കപ്പ ഉണ്ടാക്കും. അതുപോലെ തന്നെ കുറേ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അച്ഛൻ ചെയ്ത വർക്കുകളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ ഭക്ഷണം പങ്കുവയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. ഒത്തിരിയേറെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. അവിടെ മിനിസ്റ്റർ ചെയ്ത ഒരു 6 മാസം അവിടെ മിനിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 6 മാസം ഒത്തിരിയേറെ ഓർമ്മകൾ ഞങ്ങളുടെ ഓരോരുത്തരും മനസ്സിലുണ്ട്. ഞാനും അരുൺ തേരുള്ളി എന്ന് പറഞ്ഞ ഒരു അച്ഛനുമാണ് അവിടെ ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അവിടെ പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ അത് പലപ്പോഴും ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴികളിൽ പരസ്പരം സംസാരിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ ആ ഒരു സൗഹൃദവും അതുപോലെ തന്നെ അച്ഛൻ്റെ ആ കഷ്ടപ്പാടുകളും. അച്ഛൻ കിടക്കുന്നത് ആ പള്ളിമേടയോട് ചേർന്ന് ഒരു ചെറിയൊരു റൂമിലാണ്. അച്ഛൻ്റെ ഓഫീസും കിടപ്പുമുറി എല്ലാം ഒരു കുഞ്ഞ ഷെഡായിരുന്നു. കാരണം പള്ളിപ്പണി പൂർത്തിയാകാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. പക്ഷേ ഒരു പരാതിയില്ലാതെ അതിനുവേണ്ടി അച്ഛൻ കാണിച്ച ആ ഒരു ശുശ്രൂഷ മനോഭാവം ഇന്ന് പലർക്കും ഇല്ലാതാകുന്ന ഒന്നാണ്. വൈസ് കന്യാമറിയത്തിൻ്റെ ശുശ്രൂഷ മനോഭാവത്തെക്കുറിച്ച് നമുക്കറിയാം. കാരണം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് 6 മാസം ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ താനും ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഒത്തിരിയേറെ ത്യാഗം സഹിച്ചു. തിടുക്കത്തിൽ പോയെന്ന വചനം നമ്മോട് പറയുന്നത്. അത്രമാത്രം തിടുക്കത്തിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഓടി ചെന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. അറിയുള്ളവരെ, നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ഒരു ശുശ്രൂഷ മനോഭാവം ഇന്ന് എനിക്കുണ്ടോ? ഇവിടെ കാരിസ്മാനെ സംബന്ധിച്ച് ഒത്തിരിയേറെ നന്മയുള്ള യൂത്ത് ശുശ്രൂഷയോട് പുലർത്തുന്ന ആത്മാർത്ഥത നമ്മളെ എല്ലാവരും ചിന്തിപ്പിക്കുന്നതാണ്. കാരിസ്വലെ ധ്യാനത്തിന് സഹായിക്കുവാനും അല്ലാത്ത സമയങ്ങളിൽ ഹൗസിലെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരിയേറെ യൂത്ത് ഇവിടെയുണ്ട്. അവരും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ആ ഒരു ശുശ്രൂഷ മനോഭാവമാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്. ഇന്ന് യൂത്ത് പള്ളിയിൽ ഇരിക്കാറില്ല, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലാറില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇന്നത്തെ ജീവിത രീതികളെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതിന് കാരണക്കാരായി മാറുന്നത് അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. കാരണം ഇവരൊക്കെ നല്ല മാതൃക കൊടുക്കേണ്ടവരാണ്. യേശു നമ്മോട് പറയുന്നു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവർക്ക് മോചനദ്രവ്യമായിട്ട് നൽകാനുമാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം രാജകീയമായി പോയി ഇരിക്കുകയല്ല ചെയ്തത്. എല്ലാവരുടെയും ഇടയിലേക്ക് ഇറങ്ങി ശുശ്രൂഷ ചെയ്യുകയാണ്. ആ ഒരു ശുശ്രൂഷ മനോഭാവം ഇന്ന് പല വൈദികർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതിൽ ഒത്തിരിയേറെ വേദനയുണ്ട്. അത് പറയാതിരിക്കാനും വയ്യ. പലപ്പോഴും വലിയ വലിയ കെട്ടിടങ്ങളുടെ പുറകെയും അതുപോലെ തന്നെ വലിയ സൗധങ്ങൾ പണിതുയർത്താനും മാത്രം ശ്രദ്ധ കൊടുക്കാതെ ശുശ്രൂഷ മനോഭാവം വളർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് മാറുവാൻ ശ്രദ്ധിക്കുക. കാരണം ആ വൈദികർ, ഞാൻ പറഞ്ഞല്ലോ, അവർ എൻ്റെ മനസ്സിൽ ഒരു വലിയൊരു മാതൃകയാണ്. കാരണം അവർ ചെയ്ത ആ ശുശ്രൂഷ മനോഭാവം അത് തീർച്ചയായും എന്നെയും ആകർഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലും അത് പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം ഇത് മാത്രമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ശുശ്രൂഷ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക. അത് ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കുടുംബസ്ഥനായിരിക്കാം, കുടുംബസ്ഥയായിരിക്കാം, അധ്യാപകനായിരിക്കാം, അധ്യാപികയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈദികനായിരിക്കാം, ഒരു റിലീജിയസ് സിസ്റ്റർ ആയിരിക്കാം. ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നിങ്ങളിലുള്ള ശുശ്രൂഷ മനോഭാവം അത് പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൂടെ നമുക്ക് യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കുവാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോകുന്ന ആ ശുശ്രൂഷ മനോഭാവം വീണ്ടും വളർത്തിയെടുത്തുകൊണ്ട് യേശുവിൻ്റെ നല്ല പിൻഗാമികളായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. യേശു കാണിച്ചു തന്ന വഴികളിലൂടെ ചരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അതുവഴി അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ഈ ഒരു വീഡിയോ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.